ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ ലെക്ചറിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഷേക്സ്പിയറിന്റെ സോണറ്റ് 121 ആണ്. നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ തുടർന്ന് സംസാരിക്കാം. ഷേക്സ്പിയറിനെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടായിരിക്കും. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള വർക്ക്സിൽ ഒന്നാണ് സോണറ്റ്സ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ നാടകങ്ങളോടൊപ്പം തന്നെ വളരെ പ്രശസ്തമായിട്ടുള്ള വർക്ക്സ് ആണ് സോണറ്റ്സ്. സോണറ്റ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പോൾ ആദ്യമായിട്ട് ആ, ആദ്യമായിട്ട് സോണറ്റ്സിനെ കുറിച്ച് പറയാനായിട്ട് സോണറ്റ്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തുടങ്ങുമ്പോൾ സോണറ്റ്സിനെ കുറിച്ച് ഇംഗ്ലീഷിൽ തന്നെ റൊമാൻറ്റിക് ഏജിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള പോയറ്റ് ആയിട്ടുള്ള വില്യം വേർഡ്സ്വർത്തിന്റെ സ്കോൺ നോട്ട് ദ സോണറ്റ് എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു വരി കോട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ലെക്ചർ ആരംഭിക്കാം. അതിങ്ങനെയാണ്: വിത്ത് ദിസ് കീ ഷേക്സ്പിയർ അൺലോക്ഡ് ഹിസ് ഹാർട്ട്. അതുപോലെ തന്നെ ഷേക്സ്പിയറിന്റെ സോണറ്റ്സിനെ കുറിച്ച് മറ്റൊരു അദ്ദേഹത്തിന്റെ തന്നെ കണ്ടംപററി ആയിട്ടുള്ള ഒരാളുടെ കമന്റ് ആണ് ഫ്രാൻസിസ് മേയേഴ്സിന്റെ പാലാഡിസ് ടാമിയ എന്ന് പറയുന്ന പുസ്തകത്തില് അദ്ദേഹം ഷേക്സ്പിയറിന്റെ സോണറ്റ്സിനെ വിളിക്കുന്നത് ഷുഗേർഡ് സോണറ്റ്സ് എന്നാണ്. ഷേക്സ്പിയർ സോണറ്റ്സിനെ കുറിച്ച് ഏറ്റവും ആ, പ്രശസ്തമായിട്ടുള്ള രണ്ട് കമന്റ്സ് ആണ് ഇത്. ഷേക്സ്പിയറിന്റെ സോണറ്റ്സിനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് സോണറ്റ്സ് എന്താണെന്ന് നമുക്ക് പരിചയപ്പെടാം. Sonnet is a short poem of 14 lines expressing one single thought or feeling. ഒരു ചെറിയ 14 വരികൾ മാത്രമേ സോണറ്റ്സിൽ ഉണ്ടായിരിക്കുകയുള്ളൂ. അതുപോലെ തന്നെ സോണറ്റ്സ് എപ്പോഴും ഒരു ചിന്ത അല്ലെങ്കിൽ ഒരു സിംഗിൾ തോട്ട് അല്ലെങ്കിൽ പോയറ്റിന്റെ ഒരു അനുഭവത്തെ ആയിരിക്കും സോണറ്റ്സ്, ഒരു പെർട്ടിക്കുലർ അനുഭവം അതായിരിക്കും സോണറ്റ്സ് ഈ 14 വരികളിലൂടെ പറയാനായിട്ട് ശ്രമിക്കുക. സോണറ്റ്സ് ആദ്യമായിട്ട് സോണറ്റ്സ് സോണറ്റ്സ് സ്റ്റൈൽ ഓഫ് പോയട്രി ആദ്യമായിട്ട് ഒറിജിനേറ്റ് ചെയ്തത് ഇറ്റലിയിലാണ് 13th സെഞ്ചുറിയിൽ. Sonnets were originally conceived as a short poem recited to the accompaniment of music. സോണറ്റ്സ് ആദ്യമായിട്ട് സോണറ്റ്സ് ആദ്യമായിട്ട് സോണറ്റ്സ് ആദ്യമായിട്ട് ഇറ്റലിയിൽ ആരംഭിച്ചപ്പോൾ അതൊരു സംഗീതത്തോടൊപ്പം ആലപിക്കാൻ കഴിയുന്ന ഒരു ചെറു കവിത എന്ന രീതിയിലാണ് സോണറ്റ്സിന്റെ ആരംഭം എന്ന് പറയുന്നത്. സോണറ്റ് എന്നുള്ള ഇറ്റാലിയൻ വാക്കിൽ നിന്ന് തന്നെ അത് വളരെ വ്യക്തമാണ്. കാരണം സോണറ്റ് എന്നുള്ള വാക്ക് ഡിറൈവ് ചെയ്തിരിക്കുന്ന ഇറ്റാലിയൻ വാക്ക് സോണറ്റോ എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ്. അതിന്റെ അർത്ഥം എ ലിറ്റിൽ സൗണ്ട് ഓർ സ്ട്രെയിൻ, ഒരു ചെറിയ ശബ്ദം എന്നതാണ്. അല്ലെങ്കിൽ ഒരു സ്ട്രെയിൻ, ഒരു ഈണം, ഒരു താളം, അങ്ങനെയൊക്കെയുള്ള അർത്ഥമാണ് സൊണറ്റോ എന്ന് പറയുന്ന ഇറ്റാലിയൻ വാക്കിന്റെ അർത്ഥം. ആ വാക്കിൽ നിന്നാണ് സോണറ്റ് എന്നുള്ള വാക്ക് ഉണ്ടായത്. സോണറ്റ്, ഈ 14 വരികളുള്ള സോണറ്റ് എന്നുള്ള ഈ ഒരു പോയറ്റിക് ഫോമിനെ നമുക്ക് രണ്ടായിട്ട് വേർതിരിക്കാനായിട്ട് സാധിക്കും. അതിന്റെ റൈമിംഗ് പാറ്റേൺ, ഒരു വരി അവസാനിക്കുന്നതും അതുപോലെ 14 വരികൾ എങ്ങനെയാണ് ഓരോ വരിയും അവസാനിക്കുന്നതെന്നനുസരിച്ച്, അതാണ് റൈമിംഗ് പാറ്റേൺ എന്ന് പറയുന്നത്. ആ റൈമിംഗ് പാറ്റേണുകൾക്കനുസരിച്ച് നമുക്ക് രണ്ട് പ്രശസ്തമായിട്ടുള്ള സോണറ്റ് ശൈലികളുണ്ട്. പാറ്റേൺസ് ഓഫ് ടു ഡിഫറെന്റ് പാറ്റേൺസ് ഓഫ് സോണറ്റ്. ഒന്ന് ഇറ്റാലിയൻ ഓർ പെട്രാക്കിൻ സോണറ്റും രണ്ട് ഇംഗ്ലീഷ് ഓർ ഷേക്സ്പീരിയൻ സോണറ്റ്. അപ്പൊ ഇങ്ങനെ ഇംഗ്ലീഷ് ആൻഡ് ഇറ്റാലിയൻ സോണറ്റ്സ്, ഇത് രണ്ടുമാണ് സോണറ്റ്സുകളിലെ രണ്ട് മെയിൻ പാറ്റേൺസ് ഓഫ് സോണറ്റ്സ് എന്ന് പറയുന്നത്. ആദ്യം തന്നെ നമുക്ക് ഇറ്റാലിയൻ സോണറ്റ് ഓർ പെട്രാക്കൻ സോണറ്റ് എന്താണെന്ന് നമുക്ക് കാണാം. ഈ സോണറ്റ്, ഇറ്റാലിയൻ സോണറ്റ് അല്ലെങ്കിൽ പെട്രാക്കൻ സോണറ്റ്, അതിന്റെ പേര് ലഭിച്ചത് 14ാം നൂറ്റാണ്ടിൽ 14th സെഞ്ചുറിയിൽ ജീവിച്ച ഇറ്റാലിയൻ പോയറ്റ് ആയിട്ടുള്ള പെട്രാക്കിൽ നിന്നാണ്. ഇതിന്റെ സ്ട്രക്ചറിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ രണ്ട് പ്രധാനപ്പെട്ട സ്ട്രക്ചേഴ്സ് ആണ് ഇറ്റാലിയൻ സോണറ്റ്സിന് ഉണ്ടായിരിക്കുക. ഒന്ന് ഒക്ടേവും, രണ്ടാമത്തെ സ്ട്രക്ചറിലെ ആദ്യത്തെ ഭാഗം രണ്ട് ഭാഗങ്ങളായിരിക്കും ഇറ്റാലിയൻ സോണറ്റ്സിലെ സ്ട്രക്ചേഴ്സിൽ ഉണ്ടെന്ന് നമ്മൾ കണ്ടു. അതിൽ ആദ്യത്തെ ഭാഗം ഒക്ടേവ്, രണ്ടാമത്തെ ഭാഗം സസ്റ്റെറ്റ്. ഒക്ടേവ് എന്നത് 8 വരികളുടെ
ഒരു പാർട്ടാണെങ്കിൽ സസ്റ്റെറ്റ് എന്ന് പറയുന്നത് 14 വരികളിലെ ബാക്കി 6 വരികളുടെ ഭാഗത്തിനാണ് സസ്റ്റെറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ രണ്ട് ഭാഗങ്ങളായിരിക്കും ഇറ്റാലിയൻ സോണറ്റ്സിന് ഉണ്ടായിരിക്കുക. ഒരു ഒക്ടേവ്, പിന്നെ സസ്റ്റെറ്റ്. ഒക്ടേവിന്റെ റൈമിംഗ് പാറ്റേൺസ് അവസാനിക്കുന്നത് എ ബി എന്നുള്ള റൈമിംഗ് പാറ്റേണിലാണെങ്കിൽ ഒക്ടേവിന്റെ റൈമിംഗ് പാറ്റേൺ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും: എ ബി ബി എ എന്നായിരിക്കും അത് ഒക്ടേവിന്റെ റൈംസ് സാധാരണ ഇറ്റാലിയൻ സോൺസിൽ കാണാറുള്ളത്. എന്നാൽ ഈ 6 വരികളുള്ള സെസ്റ്ററ്റ് രണ്ടാമത്തെ ഭാഗത്തിന്റെ വരികൾ അത് പല രീതിയിൽ പല സോണറ്റുകളിലും പല രീതിയിലായിട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണാം. ചിലതിൽ സി ഡി ഇ ആണെങ്കിൽ സി ഡി ഇ ആണെങ്കിൽ ചിലതിൽ സി ഡി സി ഡി സി ഡി എന്നായിരിക്കും, ചിലതിൽ സി ഡി ഇ ഡി സി ഇ എന്നായിരിക്കും. അപ്പൊ അങ്ങനെ സെസ്റ്ററ്റിൽ പല സോണറ്റ് റൈമുകളിൽ പല വ്യത്യസ്തതകൾ നമുക്ക് ഇറ്റാലിയൻ സോണറ്റ്സിൽ കാണാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ്. ഇതാണ് ഇറ്റാലിയൻ പോയറ്റ് ആയിട്ടുള്ള പെട്രാർക്ക്. ഇദ്ദേഹത്തിന്റെ പേരിലാണ് ഇറ്റാലിയൻ സോണറ്റ്സ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ നമ്മൾ മുന്നേ കണ്ടു ഇറ്റാലിയൻ സോണറ്റ്സിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്. ഒക്ടേവ് ആൻഡ് സസ്റ്റെറ്റ്. ഒക്ടേവ് എന്ന് പറയുന്നത് 8 വരികളാണ്. ഇറ്റാലിയൻ സോണറ്റ്സിൽ ആ 8 വരികൾ തന്നെ 4 വരികളുള്ള 2 ഭാഗമായിട്ട് നമുക്ക് വേർതിരിക്കാനായിട്ട് സാധിക്കും. 4 വരികളുള്ള ഒരു ഭാഗത്തിന്റെ പേരാണ് ക്വാട്രൈൻസ് എന്ന് പറയുന്നത്. അങ്ങനെ 2 ക്വാട്രൈൻസ് ആയിരിക്കും ഒക്ടേവിൽ ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ സെസ്റ്ററ്റില് 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 2 വരികളുള്ള 2 ഭാഗങ്ങളുള്ള 3 വരികളുള്ള 2 ഭാഗങ്ങളും അതിന് ടെർസെറ്റ്സ് എന്നാണ് പറയുന്നത്. അങ്ങനെ ഒക്ടേവ് ആൻഡ് സെസ്റ്ററ്റ് രണ്ടായിട്ട് പിന്നെയും വേർതിരിക്കുന്നത് നമുക്ക് ഇറ്റാലിയൻ സോണറ്റ്സിൽ കാണാനായിട്ട് സാധിക്കും. ഒക്ടേവ്സ് 4 വരികളുള്ള 2 ക്വാട്രൈൻസ് ആയിട്ടും സെസ്റ്ററ്റ്സ് 3 വരികളുള്ള 2 ടെർസെറ്റ്സ് ആയിട്ടും പിന്നെയും വേർതിരിക്കപ്പെടുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ ഇറ്റാലിയൻ സോണറ്റിന്റെ സ്ട്രക്ചറിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ 8 വരികൾക്ക് ശേഷം എന്ന് വെച്ചാൽ ഈ ഒക്ടേവിന് ശേഷം ഒരു പോസ്, എ വെൽമാർക്ഡ് പോസ്, സെഷൂറ എന്നാണ് അത് അറിയപ്പെടുന്നത്. അത് ഒരു സ്പേസ് കൊണ്ട് നമുക്കത് മനസ്സിലാവുന്നത് ഒരു 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 നമുക്ക് വായനക്കാർക്ക് കാണാനായിട്ട് സാധിക്കുന്ന തരത്തിൽ ഒരു സ്പേസ് അല്ലെങ്കിൽ ഒരു പങ്ക്ച്വേഷൻ അവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പം അതിനുശേഷമുള്ള ഈ ഒക്ടേവിന് ശേഷമുള്ള പോസിനാണ് സെഷൂറ എന്ന് പറയുന്നത്. ആ പോസ് ഇറ്റ് ഈസ് ഫോളോഡ് ബൈ വോൾട്ട ഓർ എ ടേൺ ഇൻ തോട്ട്. അതിനുശേഷം ഈ പോസ് കൊടുക്കുന്നത് അതുവരെ പറഞ്ഞ കാര്യത്തിൽ നിന്ന് ഒരേ വിഷയം തന്നെയാണ് പറയുന്നതെങ്കിലും ആ വിഷയത്തിന്റെ ആ ഒരു ടോപ്പിക്കിന്റെ അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്കിന്റെ മറ്റൊരു ആസ്പെക്ട് ഈ ഒക്ടേവിന് ശേഷം ഈ പോയിറ്റ് പറയാനായിട്ട് ശ്രമിക്കും. അതിനാണ് വോൾട്ട എന്ന് പറയുന്നത്. ദിസ് ഇസ് വോൾട്ട ഓർ എ ടേൺ ഇൻ തോട്ട് വിച്ച് ഇംപ്ലൈസ് ദാറ്റ് ദ തോട്ട്, though it has not been dropped, is given a new application, summarized or possibly disputed in the sestet. ഈ 8 വരികളിൽ ഒക്ടേവിൽ പറഞ്ഞു വന്ന ആശയത്തെ അതിനുശേഷമുള്ള സെസ്റ്ററ്റില് 6 വരികളിൽ ചിലപ്പോൾ ഒന്ന് സമ്മറൈസ് ചെയ്യുകയായിരിക്കും, അല്ലെങ്കിൽ അതിന് പുതിയ ആപ്ലിക്കേഷൻ, ഇതുവരെ പറഞ്ഞ കാര്യത്തിന്റെ പുതിയൊരു ആപ്ലിക്കേഷൻ പിന്നീടുള്ള 6 വരികളിൽ പറയുന്നതായിട്ട് കാണാം. അല്ലെങ്കിൽ ഇതുവരെ പറഞ്ഞ കാര്യത്തെ ചിലപ്പോൾ അതിനെ എതിർക്കുന്നതായിരിക്കും, അതിനെ ഡിസ്പ്യൂട്ട്, അതിനെതിരെ വ്യത്യസ്തമായിട്ടൊരു ആശയം, ചിലപ്പോൾ ഒരു വ്യത്യസ്തമായിട്ടൊരു ആസ്പെക്ട്, ആംഗിള് ചിലപ്പം പ്രസന്റ് ചെയ്യുന്നതായിട്ടും കാണാം. അപ്പം ഇതാണ് ഇറ്റാലിയൻ സോണറ്റ്സിന്റെ സ്ട്രക്ചറിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. ഇറ്റാലിയൻ സോണറ്റ്സ് ഇംഗ്ലീഷിൽ ഏറ്റവും പ്രശസ്തമായി തീർന്നത് ജോൺ മിൽട്ടണിലൂടെയാണ്. 17ാം നൂറ്റാണ്ടിൽ ജീവിച്ച 17th സെഞ്ചുറിയിൽ ജീവിച്ച ജോൺ മിൽട്ടൺ ആണ് ഇറ്റാലിയൻ സോണറ്റ്സ് ഇംഗ്ലീഷിൽ റിവൈവ് ചെയ്യുകയും അതിന്റെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള പ്രാക്ടീഷണറായി തീരുകയും ചെയ്തത്. ജോൺ മിൽട്ടന്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള സോണറ്റ് ആണ് ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ്. അദ്ദേഹത്തിന്റെ അന്ധനായി തീർന്നതിന് ശേഷം തന്റെ അന്ധതയെക്കുറിച്ച് അദ്ദേഹം എഴുതിയ ഒരു ഓട്ടോബയോഗ്രഫിക്കൽ അല്ലെങ്കിൽ ഒരു സെൽഫ് റിഫ്ലക്റ്റീവ്
സോണറ്റ് ആണ് ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഇറ്റാലിയൻ സോണറ്റ്സിന്റെ ഇംഗ്ലീഷിൽ എഴുതപ്പെട്ട ഒരു എക്സാമ്പിൾ ആണ് ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ്. രണ്ടാമതായിട്ട് നമുക്ക് നമ്മൾ കണ്ടതുപോലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട സോണറ്റ് ശൈലി അല്ലെങ്കിൽ സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് സോണറ്റ് ഫോം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഓർ ഷേക്സ്പീരിയൻ സോണറ്റ്സ് ആണ്. ഇംഗ്ലീഷ് സോണറ്റ്സ് അത് ശരിക്കും ഒറിജിനേറ്റ് ചെയ്തത് സറേ സറയാണ് ഇംഗ്ലീഷ് സോണറ്റ് ആ ശൈലി രൂപപ്പെടുത്തിയതെങ്കിലും ഇംഗ്ലീഷ് സോണറ്റ്സ് അറിയപ്പെടുന്നത് ഇംഗ്ലീഷ് സോണറ്റ്സിന്റെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള പ്രാക്ടീഷണർ ആയിട്ടുള്ള ഷേക്സ്പിയറിന്റെ പേരിലാണ്. സോണറ്റ്സ് ഇംഗ്ലണ്ടിൽ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 16ാം നൂറ്റാണ്ടിലാണ്. സർ തോമസ് യാട്ടും ഹെൻറി ഹോവേർഡ് ഏൾ ഓഫ് സറേയും ഈ രണ്ട് ആളുകളാണ് സോണറ്റ്സ് ഇംഗ്ലണ്ടില് ഇംഗ്ലീഷ് ഭാഷയിൽ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവർ രണ്ടുപേരും സത്യത്തില് കവികളല്ലായിരുന്നു. ഇവർ രണ്ടുപേരും ഒരു പൊളിറ്റീഷ്യൻസ് ആയിരുന്നു. അങ്ങനെ അവരുടെ ഒരു ഡിപ്ലോമാറ്റിക് മിഷന് വേണ്ടിയിട്ട് ഒരു ഡിപ്ലോമാറ്റിക് മിഷന് വേണ്ടി ഇറ്റലിയിൽ പോയപ്പോൾ ഈ സോണറ്റ് ഫോം പരിചയപ്പെടുകയും അങ്ങനെ സോണറ്റ് ഫോമിൽ കവിതകൾ എഴുതുകയും ചെയ്ത രണ്ട് പൊളിറ്റീഷ്യൻസ് ആണ് ഇവർ രണ്ടുപേരും. സാർ തോമസ് യാട്ട് പെട്രാക്കിനെ ഇമിറ്റേറ്റ് ചെയ്യാനായിട്ടാണ് സത്യത്തിൽ ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെ യാട്ടിന്റെ സോണറ്റ്സ് ഇറ്റാലിയൻ സോണറ്റ് ശൈലിയിലാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. എന്നാൽ സറേ ആണ് ഒരു പുതിയ സോണറ്റ് ശൈലി വ്യത്യസ്തമായിട്ടുള്ള റൈം സോണറ്റ്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും അതാണ് അങ്ങനെ സറേ ഡെവലപ്പ് ചെയ്ത സോണറ്റ്സിനാണ് ഇറ്റാലിയൻ ഇംഗ്ലീഷ് സോണറ്റ്സ് എന്ന് അറിയപ്പെടുന്നത്. ഇവരെ രണ്ടുപേരുടെയും സോണറ്റ്സ് പോസ്റ്റുമസ്ലി ഈ രണ്ടുപേരുടെയും മരണശേഷം 1555 ആണ് ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്യുന്നത്. ഈ രണ്ട് പേരുടെയും മരണത്തിന് ശേഷമാണ് അത് പബ്ലിഷ് ചെയ്യുന്നത്. അത് ഇംഗ്ലീഷിലെ ഫസ്റ്റ് എവർ ആന്തോളജി കളക്ഷൻ ഓഫ് പോയംസ് ലാണ് ടോട്ടൽ മിസലിനി ഓർ സോങ്സ് ആൻഡ് സോണറ്റ്സ് എന്നുള്ള പുസ്തകത്തിലാണ് ആദ്യമായിട്ട് ഇവർ രണ്ടുപേരുടെയും മറ്റനേക പോയറ്റ്സിന്റെ കവിതകളോട് ഒപ്പം ഇവരുടെ ഈ സോണറ്റ്സും പബ്ലിഷ് ചെയ്യുന്നത്. ഇതാണ് തോമസ് യാട്ട് ആൻഡ് ഹെൻറി ഹോവേർഡ് ഏൾ ഓഫ് സറേ എന്ന് പറയുന്ന രണ്ട് സോണറ്റ്സിന്റെ ഇംഗ്ലീഷിലെ ഉപജ്ഞാതാക്കളായിട്ടുള്ള രണ്ടുപേര്. ഇംഗ്ലീഷ് സോണറ്റ്സ് ഇറ്റാലിയൻ സോണറ്റ്സ് നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ഇംഗ്ലീഷ് സോണറ്റ്സിന് ഉള്ളത്. ഇറ്റാലിയൻ സോണറ്റ്സ് കണ്ടപ്പോൾ നമ്മൾ കണ്ടു അതിന് രണ്ട് ഭാഗങ്ങളാണ് ഒരു ഒക്ടേവും ഒരു സെസ്റ്ററ്റും. 8 വരികളുള്ള ഒക്ടേവ് ആൻഡ് 6 ലൈൻസ് ഉള്ള സെസ്റ്ററ്റ്. എന്നാൽ ഇംഗ്ലീഷ് സോണറ്റ്സിന് 3 ഭാഗങ്ങളായിരിക്കും. ഇംഗ്ലീഷ് സോണറ്റ്സിന് 4 ഭാഗങ്ങൾ സത്യത്തിലുണ്ട്. ഈ 14 വരികളെ 3 ഭാഗങ്ങളാക്കി ആദ്യം തിരിക്കുന്ന നമുക്ക് കാണാം. 4 വരികളുള്ള 3 ഭാഗങ്ങളായിട്ട്. അപ്പം 4 വരികളുള്ള 3 ക്വാട്രെയിൻസ് ഇംഗ്ലീഷ് സോണറ്റിലുണ്ട്. അതിനുശേഷം അവസാനം 2 വരികളുള്ള ഒരു കപ്ലെറ്റും. അങ്ങനെ മൊത്തത്തിൽ 4 ഭാഗങ്ങളാണ് ഇംഗ്ലീഷ് സോണറ്റ്സിന് ഉണ്ടായിരിക്കുക. 3 ക്വാട്രെയിൻസും 4 വരികളുള്ള 3 ക്വാട്രെയിൻസും ഇപ്പം 12 വരികള്. അതിനുശേഷം 2 വരികളുടെ കപ്ലെറ്റ്സ്. അതിന്റെ റൈമിംഗ് ശൈലി നമ്മൾ കാണുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും: AB CD EF GG. അതുപോലെ തന്നെ നമ്മൾ ഇറ്റാലിയൻ സോണറ്റ്സ് കണ്ടപ്പോൾ ഒരു ടേൺ ഓഫ് തോട്ട്, ഒരു പോസ് 8 വരികൾക്ക് ശേഷം ഇറ്റാലിയൻ സോണറ്റ്സിലുണ്ടെങ്കിൽ ഇംഗ്ലീഷ് സോണറ്റ്സിൽ അങ്ങനെ ഒരു കാര്യം നമുക്ക് കാണാനായിട്ട് സാധിക്കുകയില്ല. എന്താണോ പറഞ്ഞു വരുന്നത് അത് തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത്. അവസാനത്തെ കപ്ലെറ്റ്സിൽ അത് ആ പോയറ്റിന്റെ ഒരു കൺക്ലൂഷൻ, ആ പോയറ്റ് പറഞ്ഞു വന്ന കാര്യത്തിന്റെ ഒരു കൺക്ലൂഷൻ അല്ലെങ്കിൽ ഹയസ്റ്റ് പീക്ക് ഓഫ് പോയറ്റ്സ് തോട്ട്, അതായിരിക്കും അവസാനത്തെ 2 കപ്ലെറ്റില് സാധാരണ ഇംഗ്ലീഷ് സോണറ്റ്സിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇംഗ്ലീഷ് സോണറ്റ്സിനെ കുറിച്ച് പറയുമ്പോൾ, ഇംഗ്ലണ്ടിൽ എഴുതിയ സോണറ്റ്സിനെ കുറിച്ച് പറയുമ്പോൾ
എടുത്തു പറയേണ്ട സോണറ്റുകളാണ് ജോൺ ഡണ്ണിന്റെ സോണറ്റുകൾ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ സോണറ്റുകൾ ഹോളി സോണറ്റ്സ് എന്നാണ് അറിയപ്പെടുന്നത്. സാധാരണ സോണറ്റ് ഏത് ഭാഷയിലാണെങ്കിലും സോണറ്റ്സ് പ്രധാനമായിട്ട് സോണറ്റ്സിന്റെ വിഷയം എന്ന് പറയുന്നത് പ്രണയം, അതുപോലെ ബന്ധങ്ങൾ എന്നുള്ളതൊക്കെ ആണെങ്കിൽ തമ്മിൽ ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള പ്രണയം, ബന്ധം എന്നതൊക്കെ അതിലെ വിവിധമായിട്ടുള്ള തലങ്ങൾ ഒക്കെയാണ് സോണറ്റ്സ് സാധാരണ എക്സ്പ്ലോർ ചെയ്യുന്നതെങ്കിൽ ജോൺ ഡൺ ആണ് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് റിലീജിയസ് തീംസ് സോണറ്റ്സിലേക്ക് കൊണ്ടുവരികയും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സോണറ്റ്സ് ഹോളി സോണറ്റ്സ് എന്നാണ് അറിയപ്പെടുന്നത്. സോണറ്റ്സുകൾ എന്താണെന്നാണ് നമ്മൾ ഇതുവരെ കണ്ടത്. രണ്ട് തരം സോണറ്റ് എന്താണെന്ന് നമ്മൾ ആദ്യം കണ്ടു. അതുപോലെ രണ്ട് ഡിഫറെന്റ് ടു ടൈപ്സ് ഓഫ് സോണറ്റ്സ്, ഇറ്റാലിയൻ ആൻഡ് ഇംഗ്ലീഷ് സോണറ്റ്സ് എന്താണെന്ന് നമ്മൾ കണ്ടു. അതിനുശേഷം നമ്മൾ ഇംഗ്ലീഷ് സോണറ്റ്സിന്റെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള പ്രാക്ടീഷണർ ആയിട്ടുള്ള ഷേക്സ്പിയറിന്റെ സോണറ്റ്സ് ആണ്, അതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഷേക്സ്പിയർ ആകെ 154 സോണറ്റ്സ് ആണ് എഴുതിയിട്ടുള്ളത്. ഷേക്സ്പിയറിന്റെ സോണറ്റ്സ് 1609 ഷേക്സ്പിയറിന്റെ സോണറ്റ്സ് തോമസ് തോർപ്പാണ്, അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെയാണ് ഷേക്സ്പിയറിന്റെ സോണറ്റ്സ് പബ്ലിഷ് ചെയ്യുന്നത്. അത് തോമസ് തോർപ്പാണ് പബ്ലിഷ് ചെയ്യുന്നത്. തോമസ് തോർപ്പ് ഇത് പബ്ലിഷ് ചെയ്തപ്പോൾ അത് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് മിസ്റ്റർ W.H. എന്ന് പറയുന്ന ഒരു വ്യക്തിക്കാണ്. അതിനെ ഒൺലി ബിഗറ്റർ ഓഫ് ദി സോണറ്റ്സ് എന്ന് പറഞ്ഞിട്ടാണ് ഇതിന്റെ സോണറ്റ്സിന്റെ ഒരേ ഒരു അവകാശി മിസ്റ്റർ W.H. എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ആ സോണറ്റ്സ് പബ്ലിഷ് ചെയ്തപ്പോൾ അതിന്റെ ഡെഡിക്കേഷനിൽ പറയുന്നത്. ഈ 154 സോണറ്റ്സിൽ, ഷേക്സ്പിയറിന്റെ സോണറ്റ്സിൽ ആദ്യത്തെ 126 സോണറ്റ്സ് അഡ്രസ് ചെയ്തിരിക്കുന്നതും ഈ മിസ്റ്റർ W.H. എന്ന് പറയുന്ന ഈ വ്യക്തിക്കാണ്. അത് അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി ഇപ്പോഴും അജ്ഞാതമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് ആരാണെന്ന് ഇതുവരെയായിട്ടും തെളിയിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. എന്നാലും പൊതുവെ അത് വിശ്വസിക്കപ്പെടുന്നത് വില്യം ഹെർബർട്ട്, ഏൾ ഓഫ് പെംബ്രൂക്ക്, അദ്ദേഹമായിരിക്കും ഈ മിസ്റ്റർ W.H. എന്ന് പറയുന്ന വ്യക്തി എന്നാണ് പൊതുവെ ചിന്തിക്കുന്നത്. ഇപ്പം ആദ്യത്തെ ഗ്രൂപ്പ് ഓഫ് സോണറ്റ്സ് 126 സോണറ്റ്സ് അത് ഈ ഫെയർ യൂത്ത് ആണ് അഡ്രസ് ചെയ്തിരിക്കുന്നത്. അത് സാധാരണ ഒരു പാഷനേറ്റ് എക്സ്പ്രഷൻ ഓഫ് എ കൈൻഡ് ഓഫ് സ്പിരിച്വൽ ലവ് ടു എ യങ് ഫ്രണ്ട് അപ്പാരന്റ്ലി ഓഫ് ഹൈ റാങ്ക്. അത് കൂടുതലും ഒരു സ്പിരിച്വൽ ലവ് അല്ലെങ്കിൽ ഒരു പാഷനേറ്റ് ലവ് ഒക്കെ ഈ ഒരു യങ് ഫ്രണ്ടിനോടുള്ള ഒരു പാഷനേറ്റ് ഫ്രണ്ട്ഷിപ്പ് ഓർ ലവ്, അല്ലെങ്കിൽ അതിന്റെ ഒരു സ്പിരിച്വൽ തലം, അല്ലെങ്കിൽ അതുപോലെ തന്നെ ആ ഒരു ബന്ധത്തിൽ വരുന്ന വിവിധമായിട്ടുള്ള തലങ്ങൾ, അതിന്റെ വിഷയങ്ങൾ ഒക്കെ ആണ് ഈ ആദ്യത്തെ ഗ്രൂപ്പ് ഓഫ് സോണറ്റ്സിൽ ഷേക്സ്പിയർ ചർച്ച ചെയ്യുന്നത്. ഇതാണ് ഏൾ ഓഫ് പെംബ്രോക്ക്, വില്യം ഹെർബർട്ട്, ഏൾ ഓഫ് പെംബ്രോക്ക്. അതുപോലെ രണ്ടാമത്തെ സെറ്റ്സ് ഓഫ് സോണറ്റ്സ്, അത് 26 സോണറ്റ്സ് ആണ് രണ്ടാമത്തെ സെറ്റ് ഓഫ് സോണറ്റ്സ്. അത് അഡ്രസ് ചെയ്യുന്നത് ഡാർക്ക് ലേഡി എന്ന് പറയുന്ന ഒരു വ്യക്തിക്കാണ്. അത് പൊതുവെ വിശ്വസിക്കുന്നത് മേരി ഫിറ്റൺ എന്ന് പറയുന്ന സ്ത്രീയാണ് ഈ ഡാർക്ക് ലേഡി. സോണറ്റ്സിലെ 26 ഷേക്സ്പിയറിന്റെ സെക്കൻഡ് സെറ്റ്സ് ഓഫ് സോണറ്റ് 26 സോണറ്റ്സ് അത് ഈ ഡാർക്ക് ലേഡിനെ അഡ്രസ് ചെയ്യുന്ന സോണറ്റ്സ്. അത് സാധാരണ ഡാർക്ക് ലേഡി മേരി ഫിറ്റൺ എന്നാണ് സാധാരണ വിശ്വസിക്കുന്നത്. സോണറ്റ്സിൽ തന്നെ നമുക്ക് ചില റെഫറൻസുകൾ കാണുന്നത് എ ബ്ലാക്ക് ബ്യൂട്ടി ഹൂസ് ഹെയർ ഇസ് ലൈക്ക് ബ്ലാക്ക് വയേഴ്സ് എന്നൊക്കെ ഈ ഡാർക്ക് ലേഡിയെ വിശേഷിപ്പിക്കുന്നത് നമുക്ക് കാണാം. സെക്കൻഡ് ഗ്രൂപ്പ് ഓഫ് പോയംസ് ഡെപ്പിക്സ് ഓവേർട്ട്ലി ഇറോട്ടിക് ആൻഡ് ഫിസിക്കൽ ലവ്. വളരെ ഓപ്പൺലി സെൻഷ്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫിസിക്കൽ ആയിട്ടുള്ള പ്രണയത്തെ വളരെ തുറന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പോയം സോണറ്റ്സ് ആണ് സെക്കൻഡ് പാർട്ട് ഡാർക്ക് ലേഡി സോണറ്റ്സ് എന്ന് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഡാർക്ക് ലേഡി സോണറ്റ്സിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ വളരെ എടുത്തു പറയേണ്ട ഒരു കൗതുകമുള്ള ഒരു ഇൻഫർമേഷൻ ആണ്.
ജോർജ് ബെർണാഡ് ഷാ അദ്ദേഹം ഈ ഒരു ഈ ഡാർക്ക് ലേഡി ഓഫ് സോണറ്റ്സ് എന്ന് പറഞ്ഞ ഒരു പ്ലേ അദ്ദേഹം 1910 എഴുതുകയുണ്ടായി. അത് ഈ ഷേക്സ്പിയറിന്റെ ഈ രണ്ടാമത്തെ സെറ്റ് ഓഫ് സോണറ്റ്സിൽ അഡ്രസ് ചെയ്യുന്ന ആ, ഈ ഡാർക്ക് ലേഡീനെ അദ്ദേഹവും ആ ഡാർക്ക് ലേഡിയും തമ്മിലുള്ള ഒരു ബന്ധത്തെ ആസ്പദമാക്കിയിട്ടാണ് ഈ ഡാർക്ക് ലേഡി ഓഫ് സോണറ്റ്സ് എന്നുള്ള സോണറ്റ്സ് ജോർജ് ബെർണാഡ് ഷാ എഴുതിയിട്ടുള്ളത്. അതുപോലെ തന്നെ അവസാനത്തെ 154 സോണറ്റ്സില് അവസാനത്തെ സോണറ്റ്സ് ക്യുപ്പിഡിനെയാണ്. ആ, ഗ്രീക്കിലെ പ്രണയത്തിന്റെ പ്രതീകവും ആ, അതുപോലെ ദേവനുമായിട്ടുള്ള ക്യുപ്പിഡിനെയാണ്. അവസാനത്തെ രണ്ട് സോണറ്റ്സ് ക്യുപ്പിഡിനെ കുറിച്ചാണ് എഴുതിയിട്ടുള്ളത്. ഷേക്സ്പിയറിന്റെ 154 സോണറ്റ്സിന്റെ ഏറ്റവും അവസാനത്തെ രണ്ട് സോണറ്റ്സ്. ഇതാണ് മേരി ഫിറ്റൺ, ഡാർക്ക് ലേഡി, സോണറ്റ്സിലെ ഡാർക്ക് ലേഡി എന്നറിയപ്പെടുന്ന മേരി ഫിറ്റൺ ആയിരിക്കുമെന്നാണ് പൊതുവെ എല്ലാവരും വിശ്വസിക്കുന്നത്. ഇതാണ് മേരി ഫിറ്റൺ. ഷേക്സ്പിയറിന്റെ സോണറ്റ്സിൽ നമ്മൾ കണ്ടു, അത് എല്ലാം ഇംഗ്ലീഷ് ഫോമിലാണ് എഴുതിയിട്ടുള്ളത്. സോണറ്റ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ 14 ലൈൻസ് ആയിരിക്കും സോണറ്റ്സിൽ ഉണ്ടായിരിക്കുക. എന്നാൽ അതിൽ നിന്ന് രണ്ട് വ്യത്യസ്തമായിട്ടുള്ള സോണറ്റ്സ് ഷേക്സ്പിയറിയൻ സോണറ്റ്സിൽ കാണുന്നത്. ഒന്ന് സോണറ്റ് നമ്പർ 99, 14 വരികളല്ല, 15 ലൈൻസ് ആണ് ആ സോണറ്റിനുള്ളത്, സോണറ്റ് 99. അതുപോലെ സോണറ്റ് 126 12 ലൈൻസ് ആണ്. 14 ലൈൻസിന് പകരം 12 ലൈൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഷേക്സ്പിയറിയൻ സോണറ്റ്സ് ഡീൽ ചെയ്യുന്ന മെയിൻ തീംസ് ആണ് ലവ്, ബ്രോക്കൺനെസ്, ലോസ് ഓഫ് ലവ്, ഫൊഗീവ്നെസ്, അതുപോലെ റൈവൽ പോയറ്റ്. ഈ ഫെയർ യൂത്ത്, പ്രണയത്തിന്റെയും സ്നേഹത്തിന്റെയും വിവിധ തലങ്ങള് കൈകാര്യം ചെയ്യുമ്പോൾ തന്നെ, അതുപോലെ തന്നെ പോയറ്റിലെ വേറൊരു ക്യാരക്ടറാണ് റൈവൽ പോയറ്റ് എന്ന് പറയുന്നത്. ആ റൈവൽ പോയറ്റ് ഈ മിസ്റ്റർ ഈ യങ് മിസ്റ്റർ WHും ഈ ഷേക്സ്പിയർ തമ്മിലുള്ള ബന്ധത്തിലേക്ക്, അതിന്റെ ഇടയിലേക്ക് കടന്നു വരുന്ന ഒരു എതിരാളിയായിട്ടുള്ള ഒരു ശത്രു പോയറ്റാണ് ഈ റൈവൽ പോയറ്റ് എന്ന് പറയുന്നത്. അത് ആരാണെന്ന് ഇതുവരെയായിട്ടും ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു ക്യാരക്ടറും കൂടെ ഷേക്സ്പിയറിന്റെ ഈ ഒരു സോണറ്റ്സിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഷേക്സ്പിയറിയൻ സോണറ്റ്സ് ഒരു സോണറ്റ് സീക്വൻസ് ഓർ സോണറ്റ് സൈക്കിൾസിലാണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു ഗ്രൂപ്പ് ഓഫ് സോണറ്റ് സൈക്കിൾസ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് സോണറ്റ്സ് ഒരേ വിഷയമായിരിക്കും, അല്ലെങ്കിൽ അതൊക്കെ തമ്മിൽ ഇന്റർ കണക്റ്റഡ് ആയിരിക്കും. അതിനാണ് ഒരു ബന്ധത്തിന്റെ തന്നെ വിവിധ തലങ്ങള് അല്ലെങ്കിൽ വിവിധമായിട്ടുള്ള വികാരങ്ങൾ, എക്സ്പ്രഷൻസ് ഒക്കെ ആയിരിക്കും ഈ ഒരു ഗ്രൂപ്പ് ഓഫ് സോണറ്റ്സിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പം സോണറ്റ്സ് ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള സോണറ്റ്സിനാണ് സോണറ്റ് സൈക്കിൾസ് ഓർ സോണറ്റ് സീക്വൻസ് എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഷേക്സ്പിയറിന്റെ സോണറ്റ്സ് സൈക്കിൾസിലാണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കാരണം ഒരു സോണറ്റ് മറ്റൊരു സോണറ്റുമായിട്ട് കണക്റ്റഡ് ആണ്. ഷേക്സ്പിയറിയൻ സോണറ്റ്സ് ആർ ഇൻ സോണറ്റ് സൈക്കിൾസ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. നമ്മൾ ഈ ലെക്ചർ അല്ലെങ്കിൽ ഈ ഒരു ഡിസ്കഷൻ, സോണറ്റ്സിനെ കുറിച്ചുള്ള ഈ ഡിസ്കഷൻ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് അതിനുശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് സോണറ്റ് 121 ആണ്. നമ്മൾ അത് ഈ ഒരു ലെക്ചറിന്റെ രണ്ടാമത്തെ ഭാഗത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സോണറ്റ് 121 ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഫോർ ടൈം ബീയിങ്, ബൈ.